അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ റമളാനിൽ MSM എല്ലാ വർഷവും നടത്തി വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ സീനിയർ വിഭാഗത്തിനും ജൂനിയർ വിഭാഗത്തിനും വേറെ വേറെ സിലബസ് വെച്ചുകൊണ്ടാണ് നമ്മൾ നടത്താറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ജൂനിയർ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത് 2 ചെറിയ സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൽ മുൽക്ക്, അതുപോലെ മറ്റൊന്ന് സൂറത്തുൽ ഖലം. ആദ്യത്തെ ക്ലാസ്സിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നത് സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൂറത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് ആ സൂറത്ത് ഏത് ജുസ്ഇലാണ്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം സൂറത്ത് ഖുർആനിൽ 30 ജുസ്കൾ 30 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഖുർആൻ. അതിലേത് ഭാഗത്തിലാണ് ആ സൂറത്ത്, അതുപോലെ എത്രാമത്തെ അധ്യായമാണ് ഖുർആനിൽ, അതിൻ്റെ തെർത്തീബ് ക്രമനമ്പർ 114 അധ്യായങ്ങളിൽ എത്രാമത്തേതാണത്, അതുപോലെ എത്ര ആയത്തുകളാണ് അതിലുള്ളത്, അതുപോലെ ആ സൂറത്ത് മക്കിയാണോ അതോ മദനിയാണോ, അതായത് പ്രവാചകൻ്റെ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ ആയത്തുകളാണ് മക്കിയായിട്ടുള്ള സൂറത്തുകൾ. മദനിയായിട്ടുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കൊരു പരീക്ഷ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് മക്കിയാണോ മദനിയാണോ, എത്രാമത്തെ സൂറത്താണ്, എത്ര ആയത്തുകളുണ്ട്, ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം നമ്മൾ സൂറത്തുൽ മുൽക്കിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. സൂറത്തുൽ മുൽക്ക് 29ാമത്തെ ജുസ് തുടങ്ങുന്നത് തന്നെ ഈ സൂറത്ത് മുൽക്ക് കൊണ്ടാണ്. അപ്പോൾ എത്രാമത്തെ ജുസ്ഇലാണെന്ന് ചോദിച്ചാൽ 29ാമത്തെ ജുസ്ഇലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഇനി ആ സൂറത്ത് അത് വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ തെർത്തീബ്, അതിൻ്റെ ക്രമനമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 67ആണ്. 114 67ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. പിന്നെ സൂറത്തുൽ മുൽക്കിൽ എത്ര വചനങ്ങളുണ്ട്? 30 ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. ഇനി അത് മക്കിയാണോ മദനിയാണോ? സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചിട്ടുള്ള അധ്യായമാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പോൾ ഒരു സൂറത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സൂറത്ത് മക്കിയാണോ മദനിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഈ സൂറത്തിൽ എത്ര ആയത്തുകളാണുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഈ സൂറത്തിന് ആ പേര് കിട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ സൂറത്തുൽ മുൽക്കിന് എന്തുകൊണ്ടാണ് സൂറത്തുൽ മുൽക്ക് എന്ന് പേര് വന്ന് എന്നാരെയും ചോദിച്ചാൽ നമുക്കറിയാത്ത അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, ശരി. അപ്പം ഇനി നമ്മൾ സൂറത്തുൽ മുൽക്കിലേക്ക് പ്രവേശിക്കണം. അതിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير.
അപ്പോൾ ഇത്രയും ഈ 5 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്ക എന്ന് പറഞ്ഞാൽ അനുഗ്രഹപൂർണനാണ്, മഹത്വമേറിയവനാണ് എന്നൊക്കെയാണ് അർത്ഥം. ആരെപ്പറ്റിയാണ് പറയുന്നത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അല്ലേ, നമ്മുടെ സൂറത്തിൻ്റെ പേരെന്താണ്? മുൽക്കാണ്. മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജാധികാരം, ആധിപത്യം, അധികാരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഏതൊരാളുടെ കയ്യിലാണ്, ഏതൊരുവൻ്റെ കൈകളിലാണോ അധികാരം, ആധിപത്യമുള്ളത്, അവൻ തബാറക്ക, അനുഗ്രഹപൂർണനാണ്, അവൻ മഹത്വമേറിയവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ അധികാരവും അള്ളാഹുവിൻ്റെ കൈകളിലാണ്. നമ്മൾ ഭരണാധികാരികളുണ്ടാവും അല്ലേ, രാജാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമൊക്കെ, അതൊക്കെ ഭൗതികമായിട്ടുള്ള അധികാരങ്ങളാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറം ഈ ലോകത്തിൻ്റെ ഈ അധികാരികളുടെ കൈകളിൽ ഒന്നും നിൽക്കാത്തൊരു അധികാരം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൈകളിൽ. അവൻ തീരുമാനിക്കുന്നതോടെ ഇത് അവസാനിക്കും. അവൻ്റെ തീരുമാനപ്രകാരമാണ് സർവ്വതും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ജനിക്കുന്നതും ഒരാൾ മരിക്കുന്നതും എല്ലാം അവൻ്റെ കൈകളിലാണ് സർവ്വ അധികാരവും. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഈ സൂറത്തിൻ്റെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈകളിലാണ് സർവ്വ ആധിപത്യവും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ആയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളൊക്കെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, നമ്മളൊക്കെ മാതാവിൻ്റെ, നമ്മുടെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ 10 മാസം നിന്ന് അതിൻ്റെ ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതിൻ്റെ മുൻപ് നമ്മൾ എവിടെയായിരുന്നു? ശുദ്ധമായിട്ടുള്ളൊരു ശൂന്യമായ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു ഇന്ദ്രിയ തുള്ളിയായി, അതിൽ നിന്ന് അല്ലാഹു തആല ഒരു ഭ്രൂണമായി, അതിനെ പിന്നീട് ഒരു എല്ലാക്കി മാറ്റി, ആ എല്ലുകളുടെ മുകളിൽ മാംസം കൊണ്ട് പൊതിഞ്ഞ് അതിന് അവയവങ്ങൾ നൽകി, കണ്ണും കാതും കേൾവിയും നൽകി, ചിന്താശേഷി നൽകി, ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു അല്ലേ. ആരോടെങ്കിലും അനുമതി ചോദിച്ചിട്ടാണോ, നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്? ഒരിക്കലും അല്ല. നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ ജനിക്കാൻ നമ്മളല്ല തീരുമാനിച്ചത്, അല്ലാഹുവാണ് തീരുമാനിച്ചത്. ഇനി നമ്മൾ മരിക്കുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ മരിക്കുന്നത് നമ്മൾ ആരോടെങ്കിലും പെർമിഷൻ വാങ്ങിയിട്ടാണോ, നമ്മളെ സമ്മതം വാങ്ങിയിട്ടാണോ? അല്ല. തികച്ചും നമ്മുടെ ഒരു നിയന്ത്രണത്തിലല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ആരുടെ നിയന്ത്രണത്തിലാണ്? സ്വാഭാവികമായിട്ടും ആ ജീവൻ നൽകിയവനായ അള്ളാഹു ഉണ്ടല്ലോ, ആ റബ്ബ്, അവൻ തന്ന ജീവിതം, ആ ജീവിതത്തിൻ്റെ പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം പറയേണ്ടതും അവൻ തന്നെയാണ്. ആ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി അള്ളാഹ് പറയാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ. എന്താ അറിയോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അല്ലദീ ഖലഖൽ മൗത്ത്, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്. മരണം മാത്രമല്ല, വൽ ഹയാത്ത, ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ. മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഇനി എന്തിനാണത് ഒരുക്കിയതറിയോ? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്താ പരീക്ഷണം? അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങളിൽ ആരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പം ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത്? അത് പരീക്ഷിക്കുക. അതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യമെന്ന് അല്ലാഹു തആല പറയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആലോചിക്കണം, അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നടത്തുവാൻ തീരുമാനിച്ച ഈ പരീക്ഷണത്തിൽ എത്രത്തോളം വിജയിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അസീസാണ്. അസീസ് എന്നാൽ പ്രതാപിയാണ്. അൽ ഗഫൂർ എന്ന് പറഞ്ഞാലോ ഏറെ പൊറുക്കുന്നവനാണ്. തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹുവേ ഞാൻ ഖേദിച്ച് മടങ്ങുന്നു, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരിക്കലും
ഒരിക്കലും തന്നെ ഡിമാൻഡ് കാട്ടുന്ന, നമ്മൾക്ക് പലപ്പോഴും അങ്ങനല്ലേ, നമ്മളോട് ആരെങ്കിലുമൊക്കെ എന്ത് ചോദിച്ചാൽ ഒരു വല്ലാത്ത ഡിമാൻഡ്, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തആലയോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ അത് നൽകാൻ റെഡിയായി നിൽക്കുന്നവനാണ് അല്ലാഹു. ഹുവൽ അസീസുൽ ഗഫൂർ. ഇനി മൂന്നാമത്തെ ആയത്തിലേക്കാണ്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. ആ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല നിരവധിയായ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാറുണ്ട്. അതെ, അല്ലാഹു തആല അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ. നമ്മൾ ആരെങ്കിലും 7 ആകാശം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്നാമത്തെ ആകാശമാണ്, അതിന് സമാ ഉദ്ദുനിയ എന്നാണ് പറയാറുള്ളത്. സമാ ഉദ്ദുനിയ, ഒന്നാം ആകാശത്തിന് നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 7 ആകാശങ്ങളെ തിബാക്കൻ എന്ന് പറഞ്ഞാൽ അടുക്കുകളായി, ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കുകളായിട്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. 7 ആകാശം നമ്മൾ കണ്ടിട്ടില്ല എന്നുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. ഈ പ്രപഞ്ചത്തിലെ ഒന്നാം ആകാശത്തിലുള്ള ഗാലക്സികളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും ഇപ്പം നമുക്കറിയാലോ, ചൊവ്വ ദൗത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും അവിടെ വെള്ളമുണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് തീർന്നിട്ടില്ല. അത് മനുഷ്യൻ ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ കണ്ടെത്താത്ത പലതും ഇന്ന് ശാസ്ത്രം കണ്ടെത്തുന്നു. ഇന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പലതും ഇനി നാളെ കണ്ടെത്തും. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെയുള്ള അറിവുകളും കാര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അറിവ് പരിമിതമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിവ് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ അറിവ് വെച്ചുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, എനിക്ക് ചിന്തിച്ചിട്ട് അങ്ങനെ 7 ആ ആകാശത്തിന് മേലെ വേറൊരു ആകാശമോ, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ അറിവ് പരിമിതമാണ്. അല്ലാഹു തആല പറയുന്നതിനെ നമ്മൾ അതുപോലെ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ 7 ആകാശങ്ങളെ അടുക്കുകളായി മേൽക്കുമേലെയായിട്ട് സൃഷ്ടിച്ചവനാണ് അവൻ. ഇനി അല്ലാഹ് പറയുന്നു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. മാ തറാ, നീ കാണില്ല, ഫീ ഖൽഖിർ റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ. പരമകാരുണ്യകൻ്റെ ഖൽഖിൽ, അവൻ്റെ സൃഷ്ടിയിൽ നീ കാണുകയില്ല. മിൻ തഫാവുത്ത്. തഫാവുത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിൽ, പോരായ്മകൾ. ഓക്കെ, അപ്പം നമുക്കറിയാലോ, ഒരു പണി അറിയാത്ത ഒരാളെ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് നമ്മൾ വന്നു നോക്കുന്ന സമയത്ത് അതാകെ പിടുത്തം വിട്ടിട്ടുണ്ടാവും, അതാകെ താറുമാറായി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ പടം അറിയാത്ത ഒരാളെ പഠിക്കാൻ ഏൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വന്നു നോക്കുന്ന സമയത്ത് അത് നമ്മളെ പാമ്പോ ചേരയൊക്കെ പോയ പോലെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിജാലങ്ങളെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്ത് തന്നെ ആവട്ടെ, അതങ്ങനെയല്ല, അതിങ്ങനെ വേണ്ടിയിരുന്നു. അങ്ങനെ ചിന്തിക്കാവുന്ന ഒന്നും അതിലില്ല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. ഒരു ഏറ്റക്കുറച്ചിൽ നിനക്കതിൽ കാണാൻ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഫർജിഇൽ ബസർ, നിന്റെ ബസറിനെ ദൃഷ്ടി, നിന്റെ കാഴ്ച, നിന്റെ ദൃഷ്ടിയെ നീ ഒന്നുകൂടി ഒരാവർത്തി കൂടി മടക്കി നോക്കൂ. ഒന്നുകൂടി നോക്കുമെന്ന് പറയില്ല നമ്മൾ, അല്ലാഹ് പറയണം, ഒന്നുകൂടി ആവർത്തിച്ചു നോക്കൂ. ഹൽ തറാ മിൻ ഫുതൂർ. വല്ല ഫുതൂറും, ഫുതൂറിനെ പിഴവ്, പോരായ്മ, വല്ല പോരായ്മയും നീ കാണുന്നുണ്ടോ? അല്ലാഹ് വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, പിന്നെയും അല്ലാഹ് പറയണം, എന്താ അറിയോ? സുമ്മർജിഇൽ ബസർ. വീണ്ടും നീ ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി ആവർത്തിച്ചു നോക്കൂ. സുമ്മർജിഇൽ ബസർ കറത്തൈനി. കറത്തൈനി എന്ന് പറഞ്ഞാൽ മറത്തൈനി, 2 വട്ടം കൂടി നോക്കാനാ പറഞ്ഞത്. 2 തവണ കൂടി നീ ആവർത്തിച്ചു നോക്ക്. എന്താ അതിൻ്റെ പര്യവസാനം? വീണ്ടും വീണ്ടും പടച്ചോൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി നീ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തേ പോരായ്മ കണ്ടെത്താൻ കഴിയും? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ ഒരു സൃഷ്ടിപ്പിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൻ്റെ ആ ഒരു ശാസ്ത്രീയത നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണത്തിന്, നമ്മുടെ കണ്ണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള അവയവമാണ്. ആ കണ്ണിന് അല്ലാഹു തആല സംവിധാനിച്ച് നോക്കും. നിങ്ങൾ ഒരു കവചത്തിനുള്ളിലാണ്, ഒരാൾ വന്നിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനൊന്നും പറ്റൂല. പക്ഷേ ആ കണ്ണെങ്ങാനും നമ്മുടെ മൂക്ക് നിൽക്കുന്നത് പോലെ പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് വെച്ചെങ്കിലോ ആ കണ്ണവിടെ ഉണ്ടാവുമോ? ഇല്ല. അത് കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അല്ലാഹു തആല സംവിധാനം, ഒരു പോരായ്മ അതിലില്ല. നമ്മുടെ കൈകൾ നിങ്ങൾ നോക്കുക. നമ്മുടെ ഈ കൈകളിൽ 5 വിരലുകളാണല്ലോ സംവിധാനിച്ചത്. ഈ 5ാമത്തെ ഈ തള്ളവിരൽ നമുക്കില്ല എന്ന് കൂട്ടിയോളി. നമ്മളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? അങ്ങനെ എടുത്ത് കഴിക്കാൻ കഴിയില്ല. പിന്നെ ഈ ചട്ടം കൊണ്ട് കോരുന്ന പോലെ എങ്ങനെ കോരേണ്ടി വരും? ഇല്ല. പക്ഷേ ഈ വിരലിന് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള ഒരു വല്ലാത്തൊരു സംവിധാനം അല്ലേ? ഇതിൻ്റെ ഓരോ മടക്കുകൾ എല്ലാം കൃത്യമാണ്. അതിലൊരു പോരായ്മ, ഒരു ന്യൂനത മനുഷ്യന് പറയാൻ സാധ്യമല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതെ,
സുമ്മർജിഇൽ ബസറ കറതൈൻ, 2 തവണ കൂടി നീ ആവർത്തിച്ചു നോക്ക്, നിന്റെ ദൃഷ്ടി ഒന്നുകൂടി മടക്കി നോക്ക്. യൻഖലിബ് ഇലൈക്കൽ ബസർ, ആ ബസർ നിന്നിലേക്ക് തന്നെ, നിന്റെ കാഴ്ച, നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് തന്നെ, യൻഖലിബ് പറഞ്ഞാൽ മടങ്ങി വരുന്നാണ്, നിന്നിലേക്ക് തന്നെ മടങ്ങി വരും. ഖാസിഅൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായി, എന്തേലും ന്യൂനത കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞിട്ട് കിട്ടാതെ അവശനായി നിന്ദ്യനായിട്ട്. വഹുവ ഹസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരവശപ്പെട്ടുകൊണ്ട്. ആകെ നമുക്ക് ഒരു സംഗതി നമ്മൾ തിരഞ്ഞു നോക്കിയിട്ട് കിട്ടാതെ വരുന്നൊരു വരവുണ്ടല്ലോ, എന്തായാലും അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കുന്നു, അത് കിട്ടാതായി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പരവശത ഉണ്ടല്ലോ, ആ പരവശമായിട്ട് നിന്റെ ദൃഷ്ടികൾ നിന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. ഇനി അവസാനത്തെ ആയത്തിലേക്ക് നമ്മൾ വരികയാണ്, 5-ാമത്തെ ആയത്തിലേക്ക്. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ്. വലഖദ് സയ്യന എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചു എന്നാണ്, ഭംഗിയാക്കി. വലഖദ് സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിരിക്കുന്നു, ഭംഗിയാക്കിയിരിക്കുന്നു. സമാ അദ്ദുനിയ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സമാ ഉദ്ദുനിയ എന്ന് പറഞ്ഞാൽ 1-ാം ആകാശം. അപ്പോൾ നമ്മൾ കാണുന്ന ഈ 1-ാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. മസാബീഹ്, മസാബീഹുകൾ കൊണ്ട്. എന്താ മസാബീഹ്? മിസ്ബാഹ് എന്നതിൻ്റെ ബഹുവചനമാണ് മസാബീഹ്. മിസ്ബാഹ് എന്ന വിളക്ക്, ദീപം അല്ലേ? വിളക്കുകൾ എപ്പോഴും, വെളിച്ചം എപ്പോഴും ഒരു അലങ്കാരം. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പുതിയ വീടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് മാത്രം സംവിധാനിക്കാൻ വേണ്ടിയിട്ട് ആ മേഖല മാത്രം പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്, ലൈറ്റിൻ്റെ പൊസിഷനിങ് എവിടെയാവണം എന്നൊക്കെ. അപ്പം അത് വല്ലാത്തൊരു അലങ്കാരം. വീടുകൾക്ക് ഇഷ്ടംപോലെ ലൈറ്റുകൾ കൊടുക്കുന്നൊരു പ്രവണത ഉണ്ട്, അതൊരു അലങ്കാര ഭംഗിയാണ്. ഈ 1-ാം ആകാശം അല്ലേ, നല്ല നിലാവുള്ള രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ആ നക്ഷത്രങ്ങൾ കാണാൻ കഴിയുക. അത് വല്ലാത്തൊരു സീനത്താണ്. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ ബിമസാബീഹ്. മിസ്ബാഹ്, മസാബീഹ് എന്താണ്? വിളക്കുകൾ കൊണ്ട്, ദീപങ്ങൾ കൊണ്ട് നാം 1-ാം ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഈ നക്ഷത്രങ്ങൾ എന്തിനു വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചു എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്. അതിന് അള്ളാഹു തആല ഇവിടെ സൂറത്തുൽ മുൽക്കിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? എന്തിനാ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചത്? ഒന്ന്, ആകാശത്തിന് അലങ്കാരമായിട്ടാണ്. 2-ാമത്തെ കാര്യം, വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ. വജഅൽനാഹ, നാം അതിനാക്കി, ആ വിളക്കുകളെ ആക്കി. റുജൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എറിയുന്നത് എന്നാണ്. റജമ പറഞ്ഞാൽ എറിയുക, എറിഞ്ഞു. റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിയുന്നത് ആക്കിയെന്നാണ്. എന്താ പിശാചുക്കളെ എറിയുക എന്ന് പറഞ്ഞാൽ? പല ആളുകളും ഇതിനൊക്കെ നിഷേധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പിശാചുക്കൾ എറിയുക എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്, ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മലക്കുകളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് പിശാചുക്കൾ കയറി ചെല്ലുമെന്നാണ്. അത് കയറി ചെല്ലുന്ന സമയത്ത് നക്ഷത്രങ്ങൾ കൊണ്ട്, ഉൽക്കവർഷം കൊണ്ടൊക്കെ അവയെ എറിഞ്ഞോടിക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പം അത് എങ്ങനെ, ഏത് കൊലത്തിലാണ് എറിയുക, എങ്ങനെയാണ് എറിയുക, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നതിലെ ഒരു പ്രസക്തി. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. അത് ഏത് രൂപത്തിലാണോ അങ്ങനെ, അത് നമ്മളെ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ നമ്മൾ ഖുർആനിൽ എന്താണോ വന്നത് അത് അതുപോലെ വിശ്വസിക്കുക. അതിനെ നിഷേധിക്കാനോ യുക്തി കൊണ്ട് അളക്കാനോ ഒന്നും നമ്മൾ മെനക്കെടേണ്ടതില്ല. അപ്പോൾ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് 2-ാമതായിട്ട് അല്ലാഹ് പറഞ്ഞ എന്താണ്? വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിയുന്നതാക്കി അതിനെ. വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ. വഅഅ്തദ്നാ ലഹും, അഅ്തദ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഒരുക്കി വെച്ചു എന്നാണ്. അഅ്തദ്ന, നാം ഒരുക്കി വെച്ചു. ലഹും, അവർക്ക്. അദാബസ് സഈർ, അദാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. സഈർ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന അഗ്നിയുടെ നരകശിക്ഷ അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പം നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ പറ്റിയാണ് ഈ 5-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത്. വേറെയും അതിൻ്റെ ഉദ്ദേശങ്ങളെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ വേറെയും നമുക്ക് കാണാൻ പറ്റും. വബിന്നജ്മി ഹും യഹ്തദൂൻ എന്ന് ഖുർആനിലുണ്ട്. അതായത് മുൻകാലങ്ങളിലൊക്കെ നക്ഷത്രങ്ങളുടെ ദിശ നോക്കിക്കൊണ്ട് വഴി കണ്ടെത്തിയിരുന്ന ഒരവസ്ഥ, അതിനു വേണ്ടിയിട്ട് നക്ഷത്രങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1-ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ അമാനി മൗലവിയുടെ തഫ്സീർ അതെടുത്ത് വായിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.